താമരശ്ശേരി കൊലപാതകം. ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥി സഹപാഠികളോ സമാന പ്രായക്കാരായ വിദ്യാർത്ഥികളുടെയോ മർദ്ദനമേറ്റ് മരിച്ചു. ഇപ്പോൾ ആ പ്രതികളായ 5 പേർ, അറസ്റ്റ് ചെയ്യപ്പെട്ട 5 പേരുടെ വീടുകളിൽ പോലീസ് റെയ്ഡ് നടക്കുകയാണ്. അപ്പോൾ ഇവർ ഗൂഢാലോചന നടത്തി മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി മർദ്ദിച്ചതാണ്, അബദ്ധത്തിൽ സംഭവിച്ചതല്ല. ക്രൈം പാഷണൽ അല്ല, ഡെലിബറേറ്റ് മർഡറാണ്. ഈ കേസിൻ്റെ പരിസമാപ്തി എങ്ങനെയായിരിക്കും? ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ കേരളത്തിൽ മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഒരു പരിധിവരെ ഇതിനെ ഒരർത്ഥത്തിൽ ആൾക്കൂട്ട കൊലപാതകം എന്ന് വേണമെങ്കിലും പറയാൻ പറ്റും. പലപ്പോഴും ഒരു പൊതുവായ ഒരു കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഒരുപാട് പേര് ചേർന്ന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ചേർന്നുകൊണ്ട് ഒരാളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്നത്. ഇതിനകത്തിപ്പോൾ ഈ കേസിനകത്തിൽ കുട്ടികളാണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ കുട്ടികളാണ്, ജുവനൈൽ കുട്ടികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഈ കൊലപാതകത്തിൻ്റെ പ്രത്യേകതയല്ല സാർ ഇതിനകത്തുള്ള പ്രത്യേകത. ഇത്തരത്തിലുള്ള കേസുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതെ, നാട്ടിൽ ഇപ്പം 2020 കാലഘട്ടത്തിൽ പത്തനംതിട്ട ജില്ലയിൽ സ്കൂൾ വിദ്യാർത്ഥികളായ 2 കുട്ടികൾ ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ കൊന്ന ഒരു കേസുണ്ടായിരുന്നു. കൊടുമൺ പോലീസ് സ്റ്റേഷൻ ക്രൈമായിരുന്നു. കൊടുമൺ പത്തനംതിട്ട ജില്ലയിലെ ഒരു നല്ല ഭാഗവും പ്ലാന്റേഷനും വനവുമൊക്കെ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഈ കൊടുമൺ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽപ്പെട്ട പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ മേഖലയിൽപ്പെട്ട ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ 2 സ്കൂൾ വിദ്യാർത്ഥികൾ ചേർന്ന് കൊന്നു എന്ന് പറയുന്ന ഒരു കേസുണ്ടായിരുന്നു. ആ കേസിനകത്ത് കേസ് നടത്തിയിരുന്നത്, ആ കേസിൻ്റെ തുടക്കഘട്ടത്തിൽ, ആ പ്രാരംഭഘട്ടത്തിൽ കേസ് നടത്തിയിരുന്നതും പ്രതികൾക്ക് കുട്ടികളായിട്ടുള്ള പ്രതികളെന്ന് പറയാൻ പറ്റില്ല, ചൈൽഡ് കോൺഫ്ലിക്റ്റ് വിത്ത് ലോ, CCL എന്നാണ് മാത്രമേ പറയാൻ പറ്റൂ. അത് ഞാനായിരുന്നു ആ കേസിനകത്തിന് അന്ന് ഈ കുട്ടികൾക്ക് വേണ്ടി ഹാജരായത്. അപ്പം അന്നൊക്കെ ഇതൊരു വലിയ സംഭവമായിരുന്നു, 2020-ലൊക്കെ. പക്ഷേ അന്ന് ഒരുപാട് മാധ്യമങ്ങൾ ഇതിനെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസായിരുന്നു അന്ന്. പക്ഷേ പിന്നീട് 2021, 2022, 2023 കാലഘട്ടമായപ്പോഴത്തേക്കും കുട്ടികൾ, ഈ ജുവനൈൽ ആയിട്ടുള്ള കുട്ടികൾ പ്രതികളാവുന്ന കേസുകളുടെ എണ്ണം ഒരുപാട് വർദ്ധിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അതിന് ഒന്നായിട്ട് മാത്രമേ ഈ താമരശ്ശേരി കേസിനെ കാണാൻ സാധിക്കത്തുള്ളൂ. പലപ്പോഴും അടുത്ത സമയത്ത് എനിക്കൊന്ന് 2023, 2024 കാലഘട്ടത്തിലാണ് കുട്ടികൾ പ്രതികളായിട്ടുള്ള ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്, കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പണ്ട് നമ്മളൊക്കെ അമേരിക്കയിലൊക്കെ കാണുമായിരുന്നു സഹപാഠികളെ തോക്കുകൊണ്ട് വെടിവെച്ച് കൊല്ലുന്നതും, അതുപോലെ തന്നെ സഹപാഠികൾ തോക്കുമായി സ്കൂളിൽ കുട്ടികളെത്തുന്നതും. അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ അമേരിക്കയിൽ പത്രത്തിലൊക്കെ നമ്മളന്ന് പത്രത്തിൽ വായിക്കുമ്പോൾ, സാറന്ന് പത്രത്തിൽ വർക്ക് ചെയ്യുന്ന സമയമാണല്ലോ. അപ്പോൾ അന്നൊക്കെ നമ്മൾ പത്രത്തിൽ ഈ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ പലപ്പോഴും നമുക്കിതൊക്കെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ സംഭവം നടക്കുമോ? സ്കൂൾ വിദ്യാർത്ഥികൾ തോക്കുമായി എത്തുമോ? അല്ലെ സ്കൂൾ വിദ്യാർത്ഥികൾ തോക്കുമായി വന്ന് സഹപാഠിയെ വെടിവെക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അന്ന് ഞാനും തോന്നിയിട്ടുണ്ട്. പക്ഷേ അടുത്ത സമയത്തായി, പ്രത്യേകിച്ച് ഇപ്പോൾ റീസെൻ്റായി 2024, 2025 തുടക്കത്തിലേക്ക് എത്തുമ്പോഴേക്കും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഇത് സർവ്വസാധാരണമായി മാറുന്നു എന്നുള്ളതാണ്. അതിലും നമ്മൾ പലപ്പോഴും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പലപ്പോഴും കുറ്റപ്പെടുത്തും. നമ്മുടെ സാക്ഷര കേരളം, ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയും. പക്ഷേ അതിലും നമ്മൾ മുമ്പിലാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ മറ്റ് വിദ്യാഭ്യാസപരമായോ സാമ്പത്തികമായോ പിന്നോക്കം നിൽക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലോ ഉള്ളതിനേക്കാട്ടി കൂടുതൽ കുട്ടികൾ പ്രതികളാവുന്ന കേസുകളുടെ എണ്ണത്തിൽ കേരളം മുന്നോട്ട് പോകുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതിനകത്ത് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സംസ്ഥാനം പൊതുവേ സാമ്പത്തികമായി വളരെ മുൻപിൽ നിൽക്കുന്നൊരു സംസ്ഥാനമാണ്. ശരാശരി കുട്ടികളുടെ ടെലിഫോൺ ഉപയോഗം അല്ലെങ്കിൽ മറ്റേ ഇൻ്റർനെറ്റ് ഉപയോഗം ഇതൊക്കെ വളരെ കൂടുതലാണ്. പിന്നെ കുട്ടികൾ സാമ്പത്തികമായി പോലും കുട്ടികളിപ്പം ഒരു സ്വയം പര്യാപ്തത എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും കുട്ടികൾക്ക് ആവശ്യത്തിന് പണം മാതാപിതാക്കൾ കൊടുക്കും. അവരുടെ ജീവിത നിലവാരം വർദ്ധിച്ചു. അവർക്ക് പണ്ട് കുട്ടികളെ മാതാപിതാക്കൾ പ്രയാസവും ബുദ്ധിമുട്ടും അറിഞ്ഞായിരുന്നു വളരുന്നതെങ്കിൽ ഇപ്പോൾ കുട്ടികൾ ഒരിക്കലും പ്രയാസവും ബുദ്ധിമുട്ടും അറിഞ്ഞല്ല ഇപ്പോൾ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പണ്ട് കുട്ടികൾ സിഗരറ്റ് വലിക്കുന്നതോ അല്ലെങ്കിൽ നാട്ടുപുറത്തുകൂടെയൊക്കെ മാറി നിൽക്കുന്നതോ ഒക്കെ ഒരു കുറ്റമായി കാണുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിനെ ആ രീതിയിൽ കാണുന്നില്ല. ഇപ്പോൾ അവർക്കെല്ലാം അവരുടേതായ തരത്തിലുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൽപ്പിച്ചവർക്കങ്ങ് ചൊരിഞ്ഞു കൊടുത്തിരിക്കുകയാണ്.
പിന്നെ ലഹരി ഉപയോഗം വളരെയധികം കൂടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഗ്രാമാന്തരങ്ങളിലെല്ലാം കഞ്ചാവിൻ്റെ ഉപയോഗം വളരെ കൂടിയിട്ടുണ്ട്. കഞ്ചാവിൻ്റെ ലഭ്യത വളരെ കൂടുതലാണ്. പിന്നെ ഈ രാസലഹരി, കഞ്ചാവ് ഉപയോഗിക്കുന്നതിനെ പറ്റി ചെറുപ്പക്കാർക്കിടയിൽ ഞാൻ അടുത്ത സമയത്ത് ഒരു ചെറുപ്പക്കാരായിട്ടുള്ള ചില കുട്ടികളുമായിട്ട് സംസാരിച്ചപ്പം അവർക്ക് ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നവരെ പുച്ഛമാണ്, മദ്യപിക്കുന്നവരെ പുച്ഛമാണ്. കാരണം മദ്യപിക്കുന്നവരെ പറ്റി അവർ പറയുന്നത് പഴഞ്ചൻ തന്തവൈബ് എന്നുള്ള വേണമെങ്കിൽ ലെവൽ പറയാം. കാരണം ആ മദ്യമെന്ന് പറഞ്ഞാൽ അവർ ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. പിന്നെ അവർ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കഞ്ചാവായിരുന്നു നിലവാരം. കഞ്ചാവിനെ പറ്റി ഇപ്പോൾ അവർക്ക് പുച്ഛമാണ്. ഇപ്പം സ്റ്റംപ്, MDMA അത്തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടിരിക്കുന്നു. ഒരു പരിധിവരെ കുട്ടികളുടെ ഇപ്പോൾ ഒരു കുട്ടിയുടെ കണ്ണ് ചുവന്ന് കിടന്നാൽ, അല്ലെ ഒരു കുട്ടി മൂകനായി കാണപ്പെട്ടാൽ, ഒരു കുട്ടി മുറിയിൽ കയറി ദീർഘനേരം അടച്ചിരുന്നാൽ, രാത്രികാലങ്ങളിൽ ഈ കുട്ടി ഉറക്കമില്ലാതിരുന്നാൽ മാതാപിതാക്കളൊന്നും ശ്രദ്ധിക്കത്തില്ല. മാതാപിതാക്കൾ ശ്രദ്ധിച്ച് അവരെ ചോദ്യം ചെയ്താൽ സ്വാഭാവികമായിട്ടും ബന്ധുക്കൾ പറയും, അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയല്ലേ, അവനെ എന്തിനാണ് ആവശ്യമില്ല നിങ്ങൾ കയറി അതിനകത്തിൽ ഇടപെട്ടതെന്ന് ചോദിക്കും. അപ്പം പിന്നെ ഇതിനകത്തിൽ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്തിൽ എനിക്ക് തോന്നുന്നു വിദ്യാസമ്പന്നരായിട്ടുള്ള നല്ല ജോലി ചെയ്യുന്ന ആളുകളുടെ മക്കളാണ് ഈ കേസിൽ പ്രതികളെന്ന് കേൾക്കുന്നു. പോലീസ് സേനയിൽ വർക്ക് ചെയ്യുന്നവരുടെ മക്കളുണ്ടെന്ന് കേൾക്കുന്നു, അധ്യാപകരുടെ മക്കളുണ്ടെന്ന് കേൾക്കുന്നു. എന്തായാലും ഇത് ഒരിക്കലും നമുക്ക് അത് ഇപ്പോൾ വക്കീൽ പറഞ്ഞു വന്നതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ബാഡ് പേരൻറ്റിങ് അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ 2, ഈ മാധ്യമങ്ങളുടെ പ്രത്യേകിച്ചും സിനിമ സീരിയൽ സ്വാധീനം, സാഹസകൃത്യങ്ങൾ ചെയ്യുവാനും അതിരുകടന്ന് നിയമം വിസ്മരിച്ച് ഏത് ക്രൂരകൃത്യവും ചെയ്യുവാനുള്ള പരിശീലനം, പിന്നെ മയക്കുമരുന്നിലൂടെ അതിന് കിട്ടുന്ന ധൈര്യം. അതെ, മയക്കുമരുന്ന് ഒരു പരിധിവരെ ധൈര്യം, കുട്ടികൾ ധൈര്യം കൂടുതലായിട്ട്. പിന്നെ ഇന്ന് മയക്കുമരുന്ന് ഉപയോഗത്തെ പറ്റി ഇപ്പം സിനിമ എടുത്തു കഴിഞ്ഞാൽ, സിനിമയിൽ അടുത്ത സമയത്ത് ഇറങ്ങിയിട്ടുള്ള ചില സിനിമകളിലെല്ലാം ഇത്തരത്തിലുള്ള സീരിയൽ കില്ലിങ് അല്ലെങ്കിൽ ഒരു കൊലപാതകം, അത്തരത്തിലുള്ള കൊലപാതക പരമ്പരകൾ. അപ്പം നമ്മളിപ്പോൾ ഒരിക്കലും സിനിമയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം സിനിമയിൽ പണ്ടുപോലെ കൊലപാതകങ്ങളും സിനിമയിൽ പണ്ടുപോലെ ഇതൊക്കെ ഉള്ളതാണ്. പക്ഷേ എങ്കിലും ഒരു പരിധിവരെ സിനിമയും ഇതിനെ സ്വാധീനിക്കപ്പെടുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഈ പോക്ക് കേരളത്തിൽ അപകടകരമായ പോക്കാണ്. ഇത് പലപ്പോഴും ഞാൻ മുമ്പേ പറഞ്ഞു പോകുന്നത് തന്നെ, പലപ്പോഴും നമ്മൾ ഫിലാഡൽഫിയയിലും ടെക്സസിലും ഹൂസ്റ്റണിലും ന്യൂയോർക്കിലും ഒക്കെ നമ്മൾ പത്രത്തിൽ കൂടി വരുന്ന വാർത്തകൾ ഇന്ന് കേരളത്തിൽ ഇത് നമ്മുടെ മുമ്പിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ്. അത് വിദ്യാസമ്പന്നരായ ആളുകളുടെ മക്കളാണ് ഈ കേസുകളിലെല്ലാം പ്രതിവർഗത്തിൽ പെടുന്നത് എന്നുള്ളതുമാണ് പലപ്പോഴും. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ സിലബസിൽ ഈ മോറൽ എഡ്യൂക്കേഷൻ വളരെ കുറഞ്ഞു. തീർച്ചയായിട്ടും ഈ തൊഴിൽ ഓറിയൻറ്റഡ്, ജോബ് ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ നൽകുക, ആ ഒരു രീതി വന്നതോടുകൂടി മോറൽ വിദ്യാഭ്യാസം, ധാർമ്മിക വിദ്യാഭ്യാസം കുറഞ്ഞു. ഏറ്റവും നമ്മുടെ റാങ്കിങ് കേസ്, നഴ്സിംഗ് സ്കൂളിലെ റാങ്കിങ് കേസ് ഒരിക്കലും അത് മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നത്. അപ്പം ഇപ്പോൾ ഒരിടത്ത് മാത്രമല്ല, ഇപ്പോൾ സ്കൂളിൽ മാത്രമല്ല, സ്കൂളിലായാലും കോളേജിലായാലും എഞ്ചിനീയറിംഗ് കോളേജിലായാലും നഴ്സിംഗ് സ്കൂളിലായാലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എണ്ണം വളരെയധികം കൂടി വരുന്നു. കൊച്ചു കുട്ടികളിൽ അത് കൂടുതലായി കാണപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. ഇത് വളരെ വലിയ ഒരു സാമൂഹിക വിഷയമാണ്. തീർച്ചയായിട്ടും.